കുറേ ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ കാളകെട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു കേട്ടോ എല്ലാവരും. 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. 2 ദിവസവും ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം എല്ലാവരുടെയും കലാപരിപാടിയും കൈകൊട്ടിക്കളിയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസമായിരുന്നു കാളകെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം നമ്മുടെ പിള്ളേരെയൊക്കെ നല്ല അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈനൂട്ടിയൊക്കെ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷമാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടായിരുന്നു കേട്ടോ അവരെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മാത്രമല്ല ഞങ്ങളുടെ ഒരു കൈകൊട്ടിക്കളിയും കൂടി ഉണ്ടായിരുന്നു. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കാതിരുന്നിട്ട് ഞങ്ങളിതാ ഇവിടെയാണ് ഇപ്പോൾ കാളകെട്ടിനാണ് നമ്മൾ കൈകൊട്ടിക്കളി കളിക്കുന്നത്. ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ നമ്മൾ കളിക്കാന്നുള്ള തീരുമാനം എടുക്കുന്നത്. വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ പ്രാക്ടീസിനൊക്കെ. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കയറി കളിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഈ കൈകൊട്ടിക്കളിയൊക്കെ. എന്നാലും വളരെയധികം നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് അത് കളിക്കാൻ പറ്റി കേട്ടോ. അതിലൊരു സന്തോഷമുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കളിച്ചാൽ മതിയോ, ഞങ്ങൾക്ക് ആണുങ്ങൾക്കും കൂടി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഈ കയറി ഡാൻസ് കളിക്കുന്ന ആളാണ് ലക്ഷ്യം. എല്ലാവരും കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവനും ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഇതാ ആളുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മളൊക്കെ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാണ് കേട്ടോ അവൻ കളിച്ചത്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ ഡാൻസ് കണ്ടിട്ട്. പിന്നെ പിറ്റേ ദിവസത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ കാളകെട്ട്. അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു. എല്ലാ പ്രാവശ്യവും സാരിയും ചുറ്റി വരുന്ന ഞാൻ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ കയറി കൊട്ടും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ കാളകെട്ട് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.